നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലിയെത്തി പുലിയുടെ മുന്നിൽപ്പെട്ട പോലീസുകാരൻ വെടിയുയർത്തിയതോടെ പുലി ഓടി മറഞ്ഞു. പോലീസുകാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. നിലമ്പൂർ നഗരസഭ 1-ാം ഡിവിഷനിൽ ഡിവൈഎസ്പി ഓഫീസ് ഭാഗത്താണ് പുലിയെ കണ്ടത്. ഇന്ന് പുലർച്ചെ 2:30-നാണ് സംഭവം. പുലിയുടെ മുന്നിലകപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയുതിർത്തതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു. സമീപത്ത് മുള്ളൻ പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ വനം ഓഫീസിന്റെ 500 മീറ്റർ പരിധിയിലാണ് പുലി എത്തിയത്. തുടർന്ന് വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ എത്തിയത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ന് വൈകുന്നേരം സംഭവസ്ഥലത്ത് ആർടിയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് DF അറിയിച്ചു. രണ്ടാഴ്ചയായിട്ട് നിലമ്പൂർ നഗരസഭയിലെ 1-ാം ഡിവിഷനിൽ വന്യമൃഗങ്ങളുടെ ശല്യം കൂടി വരികയും ഒരു പുലിയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിയുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ DFOനെ പോയി കാണുകയും ഫോറസ്റ്റിൻ്റെ അടിക്കാട് വെട്ടാനുള്ള കാര്യങ്ങളും അതിൻ്റെ ബാക്കി RRTനെ വിന്യസിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നൊരു തീരുമാനം എടുത്തതാണ്. ഇന്ന് പുലർച്ചയ്ക്ക് നമ്മുടെ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങുകയും ഗാർഡ് നിൽക്കുന്ന പോലീസുകാരൻ്റെ നേർക്ക് വരികയും പോലീസുകാരൻ സ്വയം രക്ഷാർത്ഥം വെടിയുതിർത്ത് പുലിയെ തുരത്തുകയുമാണ് ചെയ്തത്. പുലിയെ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ അതിന് പുറമെ ഒരു മുള്ളൻ പന്നിയെ കൊന്നിട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി. ആളുകൾ ശ്രദ്ധിക്കണം. ഇവിടെ നന്നായി നല്ല തിക്കിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. വീടുകൾ നിറയുണ്ട്. ഇപ്പോൾ ഓണം വെക്കേഷനാണ്, കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ്. ഇത് പുലർച്ചയ്ക്ക് ഒരു 3 മണി സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് DFOനെ വിളിക്കുകയും DFO ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കാനും അതുപോലെ RRT അംഗങ്ങളെ ഇവിടെ വിന്യസിക്കാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഫോഴ്സിനെ നമുക്ക് വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നിപ്പോൾ കമാൻഡൻറ്റിനെ കണ്ടു. അപ്പോൾ അവരും അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ആവശ്യം വെച്ചാൽ അത് ചെയ്തു തരാം. കാട് വെട്ടലും അതുപോലെ പുല്ല് വെട്ടലൊക്കെ അവരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ഭയം നമ്മളുടെ ടൗൺ മേഖലയിൽ തന്നെ ഈ ഒരു പുലി ഉള്ളത് വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. അതിന് വേണ്ട രീതിയിൽ അധികൃതർ ഇടപെടണം എന്നാണ് പറയാനുള്ളത്. ഇത് ഈ ഭാഗത്തുകൂടെ ഒരുപാട് ആളുകൾ കുളിക്കാൻ പോകുന്ന സ്ത്രീകളുണ്ട്, അതുപോലെ ചൂണ്ടയിടാൻ പോകുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു ശ്രദ്ധയിലേക്ക് പറയുകയാണ്. ഇത് ഇന്ന് പുലർച്ചയ്ക്ക് ഒരു പോലീസുകാരൻ്റെ നേർക്കാണ് ഈ പുലി വന്നിട്ടുള്ളത്. അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായതുകൊണ്ട് അവർ സ്വയം രക്ഷാർത്ഥം വെടിവെച്ച് അതുകൊണ്ട് മാത്രമാണ് ആ പുലി ഓടിപ്പോയത്. ഇല്ലെങ്കിൽ അവരുടെ ജീവൻ ആപത്തായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളെ ആളുകൾ പുറത്തു പോകുമ്പോൾ എന്താണ് പുലർച്ചയ്ക്കൊക്കെ കുളിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 1 മാസത്തോളമായി ഇവിടെ നിരന്തരമായ പുലിശല്യമുണ്ട് എന്ന് നിലമ്പൂർ നോർത്ത് DFOയെ അറിയിച്ചിരുന്നെന്നും എന്നാൽ നടപടി അദ്ദേഹം സ്വീകരിച്ചില്ല എന്നും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. M5 ന്യൂസ്, മലപ്പുറം.